ആഹാ, എന്തൊക്കെയത്? ഓ, ഇത് ഒന്നുമില്ല, ക്രിസ്മസ് ആഘോഷത്തിന് വേണ്ടിയുള്ള അലങ്കാര സാധനങ്ങളാണ്. എല്ലാ വർഷവും നമ്മുടെ പതിവാ. നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാനും കൂടെ ഷെയർ ഇടുമായിരുന്നല്ലോ. ഓ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മനു പറഞ്ഞത് കേട്ടല്ലോ, ഇത് ഞങ്ങളിവിടെ ഒരു പതിവാണ്. പിന്നെ ക്യാഷ് ഒന്നും ഞങ്ങൾ ആരുടെ അടുത്ത് വാങ്ങാറൊന്നുമില്ല. ഓഹോ, അങ്ങനെയാണല്ലേ. ഇതൊക്കെ വർഷങ്ങളായിട്ടുള്ള നിങ്ങളുടെ പതിവായിരിക്കും. പക്ഷെ ഇതൊക്കെ ഇവിടെ കെട്ടിത്തൂക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാ. അതുകൊണ്ട് ആ തീരുമാനം ഞാനങ്ങ് പ്രഖ്യാപിക്കുകയാണ്. ഇതൊന്നും ഇവിടെ കെട്ടിത്തൂക്കണ്ട. അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവും? ഞങ്ങൾ ഈ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്നതാണ്. അതെ, അല്ലാന്ന് ആരും ഇവിടെ പറഞ്ഞില്ല. പക്ഷേ ഈ ഓഫീസിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇപ്പോഴത്തെ മാനേജറായ ഈ സാഗറ. എന്താ അതിൽ വല്ല സംശയമുണ്ടോ? ഒരു സംശയമില്ല. അപ്പം മനസ്സിലായല്ലോ, ഞാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്, ഇതൊന്നും ഇവിടെ കെട്ടിത്തൂക്കുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. ഇതിനൊക്കെ വേണ്ടി ഒരുപാട് കാശ് ചിലവാക്കിയതാണ്. എന്നോട് ചോദിച്ചിട്ടല്ലോ നിങ്ങൾ കാശ് ചിലവാക്കിയത്. എല്ലാ വർഷവും പതിവ് പോലെ നിങ്ങൾ സാധനമൊക്കെ മേടിച്ചു. പക്ഷെ മാനേജറെ എന്നോട് നിങ്ങൾ പെർമിഷൻ ചോദിച്ചു? ഇല്ലല്ലോ. ആ മറവിക്ക് കുറച്ച് കാശ് ചിലവാകുന്നത് നല്ലതാണ്. അതാവുമ്പോൾ പലരും പലതും ഇവിടെ മറക്കാതിരിക്കും. എടാ സാഗറെ, നീ ഇങ്ങനെയൊന്നും പറയല്ലേ. വെറുതെ എന്തിനിങ്ങനെ മനസ്സിൽ ഓരോന്നൊക്കെ വെച്ചപ്പോൾ സംസാരിക്കുന്നത്? നീ ഇപ്പം എന്താ എന്നെ വിളിച്ച്? അല്ല, അതവൻ്റെ ഒരു ഫ്ലോയിൽ വിളിച്ചതാണ്. സാറത് വിട്ടേക്ക്. ഓ ഓ, ഞാനേ പഴയ ഓർമ്മയിൽ അങ്ങനെ വിളിച്ചു പോയതാ. സോറി സാർ. പഴയത് പലതും ഓർക്കാതിരിക്കുന്നതാ നിങ്ങൾക്കും എനിക്കും നല്ലത്. സാറ് വേണമെങ്കിൽ ഈ വാങ്ങിച്ച സാധനങ്ങൾക്കൊക്കെ ഷെയർ ഇട്ടോളൂ. എന്നാലും വാങ്ങിച്ചത് ഉപയോഗിക്കരുതെന്ന് പറയരുത് സാർ, പ്ലീസ്. ശരി, ഇനി ഞാനായിട്ട് നിങ്ങളുടെ വർഷങ്ങളായിട്ടുള്ള ആഘോഷങ്ങൾക്കൊന്നും ഒരു കുറവും വരുത്തണ്ട. എന്താന്ന് വെച്ചാൽ നിങ്ങൾ അലങ്കാരപ്പണി ചെയ്തോ. ഒന്ന് മാറി. സമാധാനായി. അവനെ കുറച്ച് അഹങ്കാരം കൂടുന്നുണ്ട് കേട്ടോ. കൂടട്ടെ, അത് കുറയ്ക്കാനുള്ള പരിപാടി നമ്മൾ നോക്കാം. നടക്കുന്നു. അപ്പം നാളെ നീ ഉണ്ടാവില്ല അല്ലേ? ആടാ, ഇത്തവണ ക്രിസ്മസിനാണെങ്കിൽ എൻ്റെ എല്ലാ കസിൻസും വീട്ടിൽ വരുന്നുണ്ട്. അപ്പം ഇന്ന് ഈവനിങ് ട്രെയിനിന് പോയാലേ എനിക്കും കാര്യമുള്ളൂ. എന്നാലും ഓഫീസിലെ ക്രിസ്മസ് ആഘോഷത്തിന് നീ ഇല്ലാത്തത് ഭയങ്കര മോശമായിപ്പോയി. ഇതിപ്പോൾ ഞാൻ ആഗ്രഹിച്ചിട്ട് പോകുന്നതാണെന്നാണോ വിചാരിക്കുന്നത്? അല്ലേ തന്നെ അച്ഛനും അമ്മയ്ക്ക് എപ്പോഴും കംപ്ലൈൻറ്റാണ്, ഞാൻ വീട്ടിലേക്ക് വരുന്നില്ല, ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല എന്നൊക്കെ. ഇപ്പോൾ ബന്ധുക്കളും എല്ലാവരും കൂടെ വരുന്ന സമയമായതുകൊണ്ട് ഇനി എങ്ങാനും ഞാൻ പോകാതിരുന്നാൽ പിന്നെ ആ പരാതിയായിരിക്കും. എന്നാലും ഇവിടെ ആഘോഷത്തിന് നീ ഇല്ലെങ്കിൽ എനിക്കാരും കൂട്ടുണ്ടാവില്ല. അതിനങ്ങനെ കാണണ്ട. ഈ ഓഫീസിൽ ഇത്രയും ആൾക്കാരില്ലേ, എല്ലാവരുമായിട്ട് അങ്ങ് അടിച്ചു പൊളിച്ച് സെലിബ്രേറ്റ് ചെയ്യണം ക്രിസ്മസ്. പിന്നെ 2-3 ദിവസത്തേക്ക് ഞാനും ഇവിടുന്ന് മാറിയിരിക്കുന്നത് നല്ലതാണ്. സാഗറുമായിട്ടൊരു മൊമെൻ്റ് ഇല്ലാതിരിക്കാൻ അത് ഹെൽപ്പ് ചെയ്യത്തല്ലേ ഉള്ളൂ. അത് കറക്റ്റാ. മനു രാകേഷും ഡിറ്റക്റ്റീവായിട്ട് നടക്കുന്നുണ്ടല്ലോ. 2 ദിവസം മാറിക്കുന്നത് നല്ലതാ. ഞാനത് ആലോചിച്ചായിരുന്നു, എന്നിട്ടാ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തേ. എവിടെയായിരുന്നു രണ്ടുപേരും? എനിക്ക് കുറച്ച് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ടായിരുന്നു, അതാ ലേറ്റ് ആയത്. നാട്ടിൽ പോകുമെന്ന് പറഞ്ഞിരുന്നല്ലേ, ഞാനതങ്ങ് മറന്നുപോയി. എന്തായാലും ഈ ക്രിസ്മസ് ആഘോഷം ടൈമിൽ തന്നെ നാട്ടിൽ പോകുന്ന മോശമായിപ്പോയി. ഞാനും അത് തന്നെയാണ് മഴയുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ അവർക്ക് ഒഴിവാക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് പിടിച്ചെടുത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ ന്യൂ ഇയറിന് ഇവിടെ കാണില്ല? കാണാൻ സാധ്യതയില്ല. അല്ല, ന്യൂ ഇയറിന് നമ്മുടെ സാഗർ സാറ് പാർട്ടിയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തായാലും ന്യൂ ഇയറിന് ഇവിടെ കാണാൻ സാധ്യതയില്ല. അതെന്താ അങ്ങനെ പറഞ്ഞത്? അല്ല, ചില ആഘോഷങ്ങളിലൊക്കെ മാറി നിൽക്കുന്നതാണ് എൻ്റെ ആരോഗ്യത്തിന് നല്ലത്. അതെനിക്ക് കൃത്യമായി മനസ്സിലായില്ലല്ലോ. ജോണിന് കൃത്യമായിട്ട് മനസ്സിലാകാത്തതാണോ അതോ മനസ്സിലാവാത്ത പോലെ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതാണോ? എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ജോണും സാഗറും തമ്മിലുള്ള ബന്ധം ഈ ഓഫീസിലുള്ള എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. ആ ബന്ധം വെച്ച് സാഗർ ജോണിൻ്റെ അടുത്ത് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമെന്നും എനിക്ക് കൃത്യമായിട്ട് അറിയാം. പിന്നെ അതൊന്നും അറിയാത്ത പോലെ ഇങ്ങനെ നിൽക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെ എൻ്റെ മുന്നിൽ കിടന്ന് പൊട്ടം കളിക്കരുത്. അല്ല മായ, എല്ലാം അറിഞ്ഞിട്ടും ഞാനെന്താ ചോദിക്കാത്തെന്ന് മായക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. അതെ, എനിക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് ജോണിനോട് നന്ദിയുണ്ട്. അപ്പം ശരി, എന്നാൽ ഞങ്ങൾ നടക്കാം. അപ്പം ഇവർക്കെല്ലാം അറിയാമായിരുന്നല്ലേ, വെറുതെ അഭിനയിച്ച് അളവാറ് നന്നായി. ആ ഫയൽ സാർ ഇന്നലെ ചോദിച്ച ഫയൽസോ കോപ്പീസൊക്കെയാണ്. മായ, എന്താ സാർ? മായ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. സാറ് പറഞ്ഞോളൂ, ഞാൻ കേൾക്കുന്നുണ്ട്. മായയോട് ഇവിടെ ഒന്നും ഇരിക്കാനല്ലേ പറഞ്ഞു? എന്താ സാർ കാര്യം? എനിക്ക് ചെന്നിട്ട് ഒരുപാട് ജോലികൾ ചെയ്യാനുണ്ട്. ജോലികളൊക്കെ നമുക്ക് തീർക്കാം, പക്ഷെ അതിനു മുമ്പ് മായൻ്റെ മുഖത്തോട്ടൊന്ന് നോക്കി. മുഖത്തേക്ക് നോക്കാതെ ഇരുന്ന് സംസാരിക്കാമല്ലോ.
മുഖത്തോട്ട് നോക്കിയും കാര്യം പറയാമല്ലോ. മുഖത്തോട്ടൊന്ന് നോക്കടൂ. മായ ക്രിസ്മസിന് ഉണ്ടാവില്ലേ? ഉണ്ടാവില്ല, ഞാൻ മുന്നേ ലീവിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ലീവൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ കാരണമാണോ മായ ക്രിസ്മസിന് നിൽക്കാത്തത്? ഇനി അതാണെങ്കിൽ അത് വേണ്ടാന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇരിക്കാൻ പറഞ്ഞത്. ഞാൻ പൊക്കോളാം, അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ പോകാനുള്ളതല്ലേ. മായക്ക് എന്തായാലും മായയുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ക്രിസ്മസ് ആഘോഷിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ല. അതിനൊരിക്കലും ഞാൻ ഒരു തടസ്സമാവില്ല. സത്യമായിട്ടും സാറല്ല അതിൻ്റെ കാരണം. ഇവിടുന്ന് കുറച്ച് കാലം മാറി നിൽക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് അതിനേക്കാളും വലിയ പ്രഷറുണ്ട്. ഇപ്പോൾ ക്രിസ്മസിന് എല്ലാവരും കൂടെ ഒന്നിച്ച് കൂടുന്ന ടൈം ആയതുകൊണ്ട് ഞാൻ പോകാതിരുന്നിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്. ഇത് മായ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നൊന്നുമല്ലോ. അയ്യോ അല്ല, സത്യമായിട്ടും അല്ല. ഓക്കെ, എന്തായാലും ഇപ്പം എനിക്കൊരു സമാധാനമായി. ഞാൻ കാരണമാണ് മായ ഇവിടെ നിൽക്കാത്തത് എന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. ഇനി ആ പേടിയുടെ ആവശ്യമില്ലല്ലോ. മായ ധൈര്യമായിട്ട് മായയുടെ റിലേറ്റീവ്സിൻ്റെ കൂടെ പോയി ക്രിസ്മസും ന്യൂ ഇയറൊക്കെ ആഘോഷിച്ചിട്ട് പോവാം. താങ്ക് യു സർ. എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട്. മായ, സർ. വിഷ് യു എ വെരി ഹാപ്പി ക്രിസ്മസ് ആൻഡ് എ ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ്. താങ്ക് യു സർ. വിഷിംഗ് യു ദ സെയിം. അപ്പം അതാണ് ആ കാര്യം. മിസ്റ്റർ മനു, അപ്പം നമ്മൾ ആ രഹസ്യം കണ്ടുപിടിച്ചിരിക്കുന്നു. കൺഗ്രാചുലേഷൻ മിസ്റ്റർ രാകേഷ്. യെസ്.